വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ട്. അബ്സല്യൂട്ട്ലി മോർ ദാൻ 6 months ആയി വ്ളോഗ്സൊക്കെ ചെയ്തിട്ട്. അതിൻ്റെ ഒരു മേജർ റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ ലൈഫിൽ വളരെ ബിഗ് ചേഞ്ചസ് ഹാപ്പൻ ചെയ്തു. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലാണ്. നിങ്ങൾക്ക് ഈ വൈൽഡ് ലൈഫിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആക്ച്വലി ബർത്ത്ഡേ ആണ് ടുമോറോ. അപ്പോൾ ഇന്ന് എനിക്കൊരു സർപ്രൈസായിട്ട്, ടുഡേ അല്ല ടുമോറോ, അപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് നമ്മുടെ ദീപു ചേട്ടൻ ഒരു ഇവൻറ്റ് ബുക്ക് ചെയ്തു. ആ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണം. ലൈറ്റ് ഷോ വളരെ നാളായിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. ലൈറ്റ് സ്കേപ്പ് എന്ന് പറയുന്ന ബ്രിസ്ബെയിൻ്റെ ഒരു പ്രോഗ്രാമാണ്. വളരെ നാളായിട്ട് പോകണമെന്നുണ്ടായി. അപ്പോൾ അത് സാക്ഷാത്കരിച്ചു. പിന്നെ ഒത്തിരി ഗുഡ് ന്യൂസസ് ആർ കമ്മിങ് സൂൺ ഓൺ ദ വേ. ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രഗ്നൻസി എന്ന് മാത്രം വിചാരിക്കരുത് കേട്ടോ. എൻ്റെ ഇതിൽ ഭാഷയിലെ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ കുറേ നല്ല കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ് മീ. അപ്പോൾ നമുക്ക് ലൈറ്റ് ഷോയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ബ്രിസ്ബെയിൻ്റെ. ഓക്കെ, ഹലോ ദീപ, ഒരു ഹായ് കാണിച്ച്. അപ്പോൾ ഞങ്ങൾ ബസ്സിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബസ്സിന് 50 cents ആണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും സിറ്റിയിലൊക്കെ പോകാൻ വേണ്ടി ബസ്സാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രിസ്ബെയിനിലെ ഒരു പ്രത്യേകത കേട്ടോ ഇത്. കണ്ടോ, ഈ ബേർഡ് അറ്റാക്ക് ചെയ്യും. നമ്മൾ മര്യാദയ്ക്ക് നോക്കി ബേർഡിൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സീസണാണ്. അയ്യോ, ഈ ബേർഡിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ തലയിലൊക്കെ വന്ന് കുത്തും. അതിൻ്റെ വാണിംഗ് ആണ് ഇവിടെ കണ്ടത്. ഇങ്ങനത്തെ വെറൈറ്റി കാഴ്ചകളൊക്കെ ഇങ്ങനെ ഓസ്ട്രേലിയയിലേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ വൈൽഡ് ലൈഫും ആനിമൽസും ഒക്കെ കൂടുതലായതുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൊബൈലും പിന്നെ ഗോപ്രോയും ഒന്ന് എന്താ പറയുക ഫോർമാറ്റായി. അപ്പോൾ ബസ്സിൽ ഞാനിങ്ങനെ ദീപു ചേട്ടന് ഫോൺ കൊടുത്തിട്ട് എല്ലാ പിക്ചേഴ്സും എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല സിറ്റിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇനി ഉള്ള കാഴ്ചകളെല്ലാം ഇറ്റ്സ് ഗോണ ബി അമേസിങ്. അപ്പോൾ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. അങ്ങനെ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞ് കുറച്ച് നടന്ന് വേണം പോവാൻ. ബേസിക്കലി ഞങ്ങൾ ലേറ്റ് ആവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ടായി. കാരണം 5:30 ദീപചേട്ടൻ്റെ ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഭയങ്കര റഷ്ഡായിട്ട് പോയതാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ആണോ? ആ മാപ്പിൽ സമയം എത്രയോ മിനിറ്റ് ഉണ്ടെന്ന് കാണാത്തൊരു മാപ്പ്. ഓ മൈ ഗോഡ്, ദി സിറ്റി ഈസ് ബ്യൂട്ടിഫുൾ. ഞങ്ങൾ കൈ പിടിച്ചോ. നമ്മൾ 5 minutes ലേറ്റ് ആണ്. കയറ്റുമോന്ന് അറിയില്ല. ഹായ്, ഇങ്ങനെ ഓരോരോ ഭാഗത്തെ സീനറീസ് കണ്ടുകൊണ്ട് കേട്ടോ ഞാൻ പോകുന്നത്. അങ്ങനെ ഫൈനലി ലൈറ്റ് സ്കേപ്പ് എത്തിക്കഴിഞ്ഞപ്പോൾ പുറത്ത് വലിയ കാര്യമായിട്ട് കാണാനുണ്ടെന്ന് ഒന്നും തോന്നിയില്ല. പക്ഷേ അകത്തോട്ട് പോയി വന്ന ആൾക്കാരുടെ ഒരു റിയാക്ഷൻ എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലൈറ്റ് സ്കേപ്പിനകത്തേക്ക് കയറി. ഞങ്ങൾ അധികം ലേറ്റൊന്നും ആയില്ല കേട്ടോ. ഞങ്ങളെ എൻട്രിയൊക്കെ അവർ തന്നു. ഞങ്ങൾ കറക്റ്റ് 2 minutes ലേറ്റ് ആയുള്ളൂ. അപ്പോൾ ദീപു ചേട്ടൻ ടിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്ത് അകത്തോട്ട് കയറുന്ന സീൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് അബൌട്ട് ബ്രിസ്ബെയിൻ എന്ന് തോന്നിയത് ഇവിടുത്തെ ആൾക്കാരാണ്. ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ പൊളൈറ്റും വളരെ നല്ല കസ്റ്റമർ സർവീസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രിസ്ബെയിനിലെ ഒരു ലൈഫിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഓൺ എ ഡേ ടു ഡേ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ വളരെ സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാജിക്കൽ വേൾഡിൻ്റെ അകത്തോട്ട് ഞങ്ങളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബ്യൂട്ടിഫുൾ സീൻസും ലൈറ്റ്സും എല്ലാം കാണാനുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ്സ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു മൈൻഡ് മൂഡ്സ് എല്ലാം ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. എസ്പെഷ്യലി ഈ ഒരു ലൈറ്റ്സൊക്കെ നിങ്ങൾ കണ്ടോ, എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി.
അവിടെ വരുമ്പോൾ തന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇൻറ്റേർണൽ ബ്ലിസ് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടായി. ഈ ഒരു സെയിം ലൈറ്റ് സെറ്റപ്പ് ഞാൻ ദുബായിൽ പോയപ്പോഴും കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ചിന്തിച്ചതൊക്കെ എൻ്റെ ബർത്ത്ഡേ പറ്റിയാണ്. അതായത് എൻ്റെ പഴയ ഞാനിൽ നിന്ന് ഇപ്പോഴത്തെ ഞാനിലേക്കുള്ള ഒരു ജേണി എന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കുറേ ഇൻസിഡൻസും അതുപോലെ എന്നെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരെ ഞാൻ ഫേസ് ചെയ്ത് മറികടന്നാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഐ എം സോ ഗ്രേറ്റ്ഫുൾ അബൌട്ട് മൈ ലൈഫ്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ ലൈഫ്. പലപ്പോഴും കൈവിട്ട് പോയി എന്നൊക്കെ തോന്നുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഹോപ്പ് എവിഡൻ്റ്ലി കാണാൻ പറ്റും. അത്രയ്ക്ക് ഈസി ആയിരിക്കില്ലല്ലോ എല്ലാവരുടെയും ലൈഫ് അല്ലേ. അപ്പോൾ ഈ ബർത്ത്ഡേ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് വേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ ഹാപ്പി ആയിട്ട് പോവുക എന്നുള്ളതാണ്. ലൈഫ് എത്രയോ ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ഓരോ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ കൂടുതൽ പോസിറ്റിവിറ്റി ഫോക്കസ് ചെയ്ത് ഹാപ്പി ആയിട്ട് നടക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഗോൾസ്. പ്രായമാകുക എന്നുള്ളതൊരു നാച്ചുറൽ പ്രോസസ്സാണല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഈ ജേണിയിൽ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനും ലവിനും എല്ലാത്തിനും ഒത്തിരി നന്ദി. പിന്നെ എന്നെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു കേട്ടോ. കീപ് ഓൺ വാച്ചിങ് മൈ വ്ലോഗ്സ് ആൻഡ് സപ്പോർട്ട് മീ ആൻഡ് എൻജോയ് ദിസ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡെലിക്കസി ആയിട്ട് ഇവർ ചെയ്യുന്ന ഒരു ട്രഡീഷൻ, അതായത് ലൈറ്റ്സ്കേപ്പിൽ ചെയ്യുന്ന ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ മാഷ്മെലോസ് ബാർബിക്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പേക്ക് ഒരു സ്പ്രിങ്കിൾഡ് വാനില കളർ സ്പ്രിങ്കിൾഡ് മാഷ്മെല്ലോ എടുത്തു. എന്നിട്ട് ഞങ്ങളത് ഇങ്ങനെ ബാർബിക്യൂ ചെയ്തിട്ട് അവനത് കഴിച്ചു. ഇതെന്ന് പറഞ്ഞാൽ സോൾട്ട് വാട്ടർ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ഉപമിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സീയുടെ ഒരു വൈബാണ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷനായിട്ടെന്ന് എനിക്ക് തോന്നി. ഐ മീൻ മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഒരു പാം ലേസർ ഷോ ഉണ്ടായിരുന്നു. ഈ പാം ലേസർ ഷോ വാസ് ഓൾസോ ലൈക്ക് മാജിക്കൽ. വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു മസ്റ്റ് സീ തന്നെയാണ് ഈ ഒരു ലൈറ്റ്സ്കേപ്പ് ബ്രിസ്ബെയിൻ ഫെസ്റ്റിവലിൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസസ് ആയിരുന്നു എന്നെ കുറച്ചൊന്ന് ബാക്കിലോട്ട് വലിച്ചത്. പിന്നെ ഇത് സർപ്രൈസായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ബുക്ക് ചെയ്ത് തന്നപ്പം ഞാൻ ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പിയായി. അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ ഇത്. ഹലോ ബൈ. പിന്നെ ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പോൾ എനിക്ക് ബിയോണ്ട് ബ്ലെസ്ഡ് ആയിട്ട് വീടിനകത്ത് ക്ലോസ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് ഒളിച്ചിരുന്ന് എനിക്ക് വളരെ വലിയൊരു സർപ്രൈസ് തന്നു. എൻ്റെ കേക്ക് കട്ടിങ് ആട്ടോ ഈ കാണുന്നത്. എനിക്ക് ഏറ്റവും ടച്ച് ആയിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇവർ വീടൊക്കെ ടൈഡി അപ്പ് ചെയ്ത് ഡെക്കറേഷൻ എല്ലാം ചെയ്ത് എനിക്ക് ഗിഫ്റ്റ്സൊക്കെ തന്നു, കേക്കെല്ലാം സെറ്റ് ചെയ്തു, ഇവരുടെ ഡിന്നർ അറേഞ്ച് ചെയ്തു. എവ്രിതിങ് വാസ് ലൈക്ക് ബിയോണ്ട് മൈ എന്താണ് പറയുക ഇമാജിനേഷൻ. അല്ലെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസായിരുന്നു ഇത്. എനിക്ക് വളരെ വളരെ ഹാപ്പിയായി. അപ്പോൾ ഞാൻ ഇവരോട് എല്ലാവരോടും ഒത്തിരി ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാലോചിച്ചത് മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ ബ്ലെസ്ഡാണ് ഇങ്ങനെ വലിയൊരു കൺട്രിയിൽ വന്നിട്ട്. എനിക്ക് എൻ്റെ സ്വന്തം സിബ്ലിങ്സിനേക്കാളും അല്ലെങ്കിൽ എൻ്റെ സ്വന്തം സിബ്ലിങ്സിനെ പോലെ തന്നെ ഒരുപാട് സ്നേഹവും സ്വന്തം ഫാമിലിയെ പോലെ തന്നെയല്ല എൻ്റെ സ്വന്തം ഫാമിലി ആയിട്ട് ഇവരെല്ലാവരും നിൽക്കുന്നല്ലോ എന്നുള്ളത് ഞാൻ ആലോചിച്ചു. ഒത്തിരി ബ്ലെസ്ഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗായ്സ്. എനിക്ക് ഒത്തിരി
ലിറ്ററലി വേർഡ്സ് കിട്ടുന്നില്ല ഇതിനെന്താ ഞാൻ പറയാമെന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ വ്ളോഗ് അങ്ങനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയി.